നമ്മുടെ റേഷൻ കടയിലെ 17 രൂപയുടെ ഈ ആട്ടയില്ലേ, ഇത് ഉപയോഗിക്കാത്തവരോ അല്ലെങ്കിൽ ഇതിനെ കുറ്റം പറയുന്നവരോ പുച്ഛിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഈ ആട്ട ഉപയോഗിച്ചാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാവേ. ഇന്ന് പൂരിക്കാണ് കുഴയ്ക്കുന്നത്. ആവശ്യത്തിന് മാവെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് പൊടിയെടുത്ത് അതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് അല്പം പശുനെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചാലും അല്ലെങ്കിൽ പൂരിക്ക് മാവ് കുഴച്ചാലും ഇവിടെ ഇതാകട്ടോ അവസ്ഥ. രണ്ടുപേരും കൂടെ എന്നേക്കാൾ മുമ്പേ ചപ്പാത്തി ഉണ്ടാക്കുവേ. അപ്പോൾ ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആകട്ടോ ഇത്. പൂരിയും മുട്ടക്കറിയുമാണ് ഇന്ന് കഴിക്കാൻ. സിമ്പിളായിട്ടൊരു മുട്ടക്കറിയാണ് വെക്കുന്നത്. സബോള മാത്രം ഇട്ടിട്ട്. ഞാൻ എപ്പോഴും കുക്കറിലാണ് വെക്കുന്നത്. അതാവുമ്പോൾ സമയലാഭവും ഉണ്ട്. പിന്നെ നല്ല നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കറി കിട്ടും കേട്ടോ ഈ കുക്കറിനകത്ത് മുട്ടക്കറി വെച്ചാൽ. അപ്പോൾ കുക്കർ ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. ശേഷം സവാള ഇട്ട് ഒരു പച്ചമുളക് കൂടെ കീറിയിട്ടിട്ടുണ്ടേ. നന്നായി വഴണ്ടതിന് ശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല, ഇച്ചിരി മീറ്റ് മസാല ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ചാൽ ഒരു 2 വിസിൽ കഴിയുമ്പോൾ നമ്മുടെ കുക്കർ സവാളക്കറി നല്ല പരുവത്തി കിട്ടും കേട്ടോ. അതിലേക്ക് ഒരു 2 മുട്ടയും കൂടി ഇട്ടാൽ മുട്ടക്കറിയായി. പിന്നെ നല്ല ചൂടാകട്ടോ അടുക്കളയിൽ നിൽക്കുമ്പം. എല്ലാ വീട്ടിലും അടുക്കളയിൽ ഒരു AC കൂടെ വെക്കേണ്ട അവസ്ഥയാണ് അല്ലേ. അതേപോലെ നിൽക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ഭയങ്കര ദാഹമായിട്ട് ഒരു ബത്തയ്ക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കുടിച്ചേ. ഇതേ പരുവത്തി നമ്മുടെ സവോളക്കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയും കൂടെ ഇട്ടാൽ അത് മുട്ടക്കറിയായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അടുത്തത് എണ്ണ ചൂടായി. പൂരിക്ക് മാവ് കുഴച്ച് വെച്ചിരുന്ന ഓരോ ബോൾസായിട്ട് ഉരുട്ടിയിട്ട് നല്ല പ്രസ്സിൽ നന്നായിട്ട് ഞെക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും കേട്ടോ. അതിൻ്റെ പരുവം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയാണെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പൊങ്ങി വരികയില്ല. സോഫ്റ്റ് അല്ലെങ്കിൽ പൂരി ഒരിക്കലും ഇങ്ങനെ പൊങ്ങി വരികയില്ല. അപ്പോൾ നമ്മൾ പൂരിയെല്ലാം നന്നായിട്ട് ഇത് കണ്ടോ, ആവശ്യത്തിനുള്ള പൂരിയെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ കഴിക്കാം അല്ലേ. 2 പൂരി എടുത്തു, കുറച്ച് മുട്ടക്കറി എടുത്തു. ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ റേഷൻ കടയിലെ ആട്ടപ്പൊടി കൊള്ളത്തില്ലെന്നോർത്ത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇനി ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.